നോക്കന്ന് പരിപാടിയൊന്നുമില്ല. എന്തെന്ന് പരിപാടിയൊന്നുമില്ല. മഴ പെയ്തില്ല നമ്മളെ അരി മുട്ടിയിലപ്പോ. പിന്നെ അരി മുട്ടുക. പിന്നെന്താ മഴ പെയ്ത നമ്മളെ അരി മുട്ടി. നമുക്ക് ജനങ്ങളൊന്ന് ഉത്സാഹിച്ചാണെങ്കിൽ ആവശ്യമല്ലേ നിങ്ങൾക്ക് അരിക്ക് പോകേണ്ട ആവശ്യമല്ല. പിന്നെന്താ കുടിയിലെ ആളുണ്ട്. എന്നോട് പറ്റിട്ട് മകൻ പറഞ്ഞേ അർജുൻ കൊണ്ട് പറയാതെ ലീവിൽ വന്നു പോകണം. സംഗതി പിന്നെ പോകേണ്ട ആവശ്യം. നമുക്ക് നല്ലോണം പോണം. നമ്മളിപ്പോഴും പണിക്ക് പോയാൽ തന്നെ ഉള്ളൂ. ഈ തലമുടി നേരത്തത് എങ്ങനെ അധ്വാനിച്ച് ആ പൈസ കുടിയിലുണ്ടാവും. ഇനി പോകേണ്ട ആവശ്യം അല്ല. അതുകൊണ്ട് തന്നെ 15 സെന്റ് സ്ഥലം ആ 15 സ്ഥലം വിറ്റിട്ടാണ് ഞാന് തറവാടെടുത്തത്. ഇനി പോകേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ പൈസ പണിയെടുത്ത് ഇങ്ങനെ അവിടെ കാര്യം നമ്മളീ പാവപ്പെട്ട ആൾക്കാര് മുതലാളിമാരമാര് ബാങ്കിൽ അവിടെ ഇവിടെ ഡെപ്പോസിറ്റ് നമുക്കില്ലേ. നിങ്ങള് വെറുതെ പറയണേ. അടുപ്പാണ് പോകുകയാണെങ്കിൽ എന്റെ ശരിപ്പ നമ്മൾ തന്നെ പണിക്ക് പോകണം. നമ്മള് വട്ട് പിടിച്ചാലുള്ളൂ അടുപ്പാണ് പോകുക. നിങ്ങൾക്ക് വട്ട് പിടിച്ചായിരിക്കട്ടെ. ആ വട്ടല്ല വളയം ചെറുക്കപ്പോടണ്ടേ. ഓനിപ്പോ പണി എന്താ ഒരു പണിയില്ല. പ്രവാസികൾ പോയി എന്നാ പിന്നെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നടക്കല്ലേ കാര്യം. എന്തുണ്ടാക്കും എന്താ നമ്മള് മറ്റേ ബാങ്കില് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതാണ് അതിന്റെ ഒരു പോളിസി. ഇപ്പൊ നമ്മളത് ഇല്ല. അപ്പൊ നമ്മളാണ് പോയാൽ തന്നെ ഉള്ളു. വളയം പിടിച്ചാൽ തന്നെ ഉള്ളു അടുപ്പാണ് പോകാൻ. അല്ല അടുപ്പ് പോകില്ല. ചോരുമ്പോ കയറാനുള്ള കുട്ടികളൊക്കെ വലുതായി. അവിടെ ആ പേടി വല്ലാത്തൊരു അടുപ്പ് തന്നെയാണ്. എന്തടുപ്പാ അണക്കെന്ന് പറഞ്ഞാൽ പരിക്കെന്ന് പറഞ്ഞാൽ ഇഞ്ചി കൃഷി ഉണ്ട്. അതെ ഇതൊക്കെ ഓനെ ഇഞ്ചി കൃഷിയുള്ള മനുഷ്യനാണ്. ഓനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പരി ഓന് ഇഞ്ചി കൃഷിയുണ്ട്. ഓന് മാങ്ങഞ്ചി ഉണ്ട്, സാധാ ഇഞ്ചി ഉണ്ട്. ഓന് കാലഘട്ടത്തിനായി വിറ്റ് കഴിഞ്ഞാല് ഓന് പരിഞ്ചി. അതെ ഒന്ന് മനസ്സിലാക്കി. നല്ല മഴയാണ്. മഴ പെയ്താൽ നമ്മളെ പണികൾക്കൊക്കെ ഒരു സ്ലോ മോശം വരും. അപ്പൊ അതാണ് പറയുന്നത്. മനുഷ്യര് പണിയെടുത്താൽ തന്നെ ഉള്ളൂ മുന്നോട്ട് പോകും. നമുക്ക് ഏക്കറക്കണക്കിന് സ്ഥലമൊന്നുമില്ല. ആ 5 സെന്റ് സ്ഥലം ഒരു പേര് തന്നെയല്ലേ ഉള്ളൂ. അല്ലാതെ ഏക്കറക്കണക്കിന് സ്ഥലമൊന്നും ഇല്ലല്ലോ. കരിങ്കാലത്താണ് സെൻട്രലില് 5 സെന്റില് 5 സെന്റും എത്ര സ്ക്വയർ ഫീറ്റാ വരാ? 1700 25 കോടിയുടെ മുതലുണ്ടാവും. 25 കോടി ഒന്നും നമുക്ക് കഴിച്ചായിരുന്നു. പേരെ കുറിച്ച് 25 കോടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സെന്റിന് എത്ര രൂപ ഉണ്ടാവും? ഒരു 10 ലക്ഷം 5 ലക്ഷം അത്ര തന്നെ കിട്ടാ. 5 സെന്റിനോ 1 ലക്ഷം റുപ്യ. അപ്പൊ ഞങ്ങളും നല്ല അന്തരം നോക്കി. അല്ല അതിനപ്പോ നിങ്ങൾക്ക് പറഞ്ഞ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. എനക്ക് അവിടെ 5-8 സെന്റ് ഉണ്ട്. ഇവിടെ എനിക്ക് സ്ഥലം സ്ഥലവും ഒരു പെരയില്ലാത്ത ആളാണ്. നിങ്ങൾക്ക് പറഞ്ഞാല് ഒരു സെന്റിന് എത്രയാണ്? ഒരു 10 ലക്ഷം. 10 ലക്ഷം ഞാൻ ഒരു സെന്റിന് സെന്റിന് 1 ലക്ഷം. എനിക്കൊരു സെന്റും ഇല്ലല്ലോ. അപ്പൊ ഒരു സെന്റും ഇല്ല. അങ്ങനെയാണ്. എന്നാലിപ്പോ ഇഞ്ചി മുതലാളിയാണ്. ഓന് ഇഞ്ചി വെച്ചിട്ടാ മതി. ഓന്റെ ജീവിതം കഴിഞ്ഞു. ഓനെ നമ്മക്ക് വളയാണ് കുടിച്ചണം. നമ്മള് 18-ാം വയസ്സിൽ തുടങ്ങിയ 18 തുടങ്ങിയാണ് വണ്ടിപ്പണി 18 നമ്മള് 18 കൊല്ലത്തോളായി. 18-ാം വയസ്സിൽ തുടങ്ങിയതാ ക്ലീനർ പണി തുടങ്ങി. അങ്ങനെ ഡ്രൈവറായി. 1.5 കൊല്ലം ക്ലീനർ പണി എടുത്തു. ജീപ്പ് തൂങ്ങി അന്ന് ആലിപ്പറമ്പിക്കും ചെത്തല്ലൂർക്കൊക്കെ ട്രിപ്പ് ആളെ വിളിച്ചു തുടങ്ങിയ ജീപ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അടുത്ത കാലത്തൊക്കെ അന്ന് നമ്മളെ അന്ന് നമ്മളെ ശ്രീകൃഷ്ണ 5:30 മണിക്ക് വരുമല്ലോ. അത് അഥവാ ഒരു 10 മിനിറ്റ് കഴിക്കാൻ ഞങ്ങൾ പറയും അതിന്റെ വൈഫർ മോട്ടർ ഇടുന്നിക്കാണ്. അന്ന് ഈ വൈഫർ മോട്ടർ അറിയില്ല. അപ്പൊ ആൾക്കാർ വണ്ടി കമ്പില്ല. അന്ന് ജീപ്പിനെ ഞങ്ങൾ ആളെ വിളിച്ചു. ആളെ വിളിച്ച് ഞങ്ങൾ കയറ്റിയിട്ട് ഏകദേശം ഹൈസ്കൂളിൽ എത്തുമ്പോൾ ശ്രീകൃഷ്ണ ബാക്കിൽ ഒന്നിട്ട് മേടിച്ചിട്ടുണ്ടാവും. അടുത്ത് പോരും. കസ്തൂരി ഹസിന്റെ ശ്രീനിനെ വരും. നമ്മളെ ഇറങ്ങാനൊക്കെ ഞങ്ങൾ ഇരിക്കേ തരില്ലെന്നാണ്. ശ്രീനി പിന്നാലെ ഇറക്കിയത് ഞങ്ങള് ജീപ്പേരെ പിന്നാലെ അന്നത്തെ കാലത്ത്. രാമൻ അങ്ങനെ തന്നെ. രാമന് അടിച്ചെടുക്കൂല. രാമന് നമ്മളെ രാമന് നമ്മളെ ഒരു ഹാപ്പി ലൈഫിന്റെ രാമന് അവന് നല്ല അഭിനേതാവല്ലേ. അവന് ഒഴിവില്ലേ. ഓനെ പോകാലോ നമ്മളോട് അറിയുന്നുണ്ട് കാര്യം. പിന്നെ ഓം ആ വഴിക്ക് തന്നെ വരൂല. എന്താ രാമൻ അങ്ങനെ കാര്യം. രാമൻ സ്വീകരിക്കുന്നില്ല എന്നാണ് ഫോണില് പറയുന്നത് അല്ലേ?
അപ്പൊ നടക്കൂല. സെമീറിനെ വിളിച്ചോട്ടെ കേട്ടോ. ആ സമീറിനെ വിളിച്ചോക്കാണ്. സമീർ രാവിലെ വിളിച്ചു നിങ്ങള്? ഓനിപ്പോ വാട്സപ്പ് എന്തോ ഫോണ് കിടന്നിട്ടേ പ്രശ്നമായിക്കാണ്. പള്ളിക്കണ്ടായിരുന്നു, ചിലപ്പോ മില്ലിക്ക് പോയിട്ടുണ്ടാവും. നമ്മളെ സമീർ പാവല്ലേ, പിന്നെ കണ്ണു മോന്തി പാവൊക്കെ പാടേ. ഇന്നലത്തെ പാവം കണ്ടില്ല വലിയ സമീറിന്. സമീർ ഉസാറായിക്കോ. സമീർ നല്ല അഭിനേതാവാണ്, സൂപ്പർ സ്റ്റാറാണ്, ഹാപ്പി ലൈഫിലെ സൂപ്പർ സ്റ്റാറാണ്. ഹലോ, എവിടെ സമീറേ? എന്നാലും വാവേ പറമ്പിലുണ്ട് ഇവിടെ ഒരു ഡാൻസും പാട്ടും ഒരു ഇതൊക്കെ എടുക്കാണ്ട് നമുക്ക്. വേമ്പാ നേരെ ചായ കൊടുത്തു വരുന്നുള്ളൂ. കൊണ്ടപ്പാടത്തുനിന്ന് എന്റെ വക അൽഫാം ഉണ്ട് പറഞ്ഞിട്ട്. എന്റെ വക അൽഫാം ഉണ്ടോ? എന്താ അൽഫാം? എന്താ അൽഫാം എന്താ എനിക്കറിയില്ലേ. എന്താ എന്റെ സെമീറച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അൽഫാം അലിസില ഹോട്ടലിലോ എവിടുന്നോ വിളിച്ചാലോ നടക്കുന്നതാണ്. ആപ്പോഴെടുത്ത് പോരത്. ആയിക്കോട്ടെ. എന്നാ അപ്പൊ നമുക്കൊന്ന് നിർത്താം. നാളെ ഒക്കെ ഞാൻ അടുത്ത വീഡിയോ അല്ലേ.